ബാർ കോഴയിൽ മുൻ മന്ത്രി കെ ബാബുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. ബാർ ബിയർ ലൈസൻസ് അനുവദിക്കുന്നതിൽ കെ ബാബു നേരിട്ട് ഇടപെട്ടുവെന്ന റിപ്പോർട്ടിൽ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്, ശുപാർശ നൽകിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ എത്രത്തോളം ഗൗരവതരമായ ആരോപണങ്ങളാണ് ബാബുവിനെതിരെ കണ്ടെത്തിയിട്ടുള്ളത്? സൗമ്യ, UDF ഭരണകാലത്ത് ബാറുകൾക്കും ബീർ പാർലറുകൾക്കും ലൈസൻസ് അനുവദിച്ചതിൽ നടന്ന വലിയ ക്രമക്കേടുകൾ എണ്ണി പറയുന്നതാണ് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട്. 76 പേജുകളുണ്ടത്. അതിൽ ഓരോ വിഭാഗത്തിലും അഴിമതിയുടെയും ക്രമക്കേടിന്റെയും ഒക്കെ ആഴം വളരെ വിശദമായി ക്വിക്ക് വെരിഫിക്കേഷനിൽ റിപ്പോർട്ടായി വിട്ടിട്ടുണ്ട്. സെൻട്രൽ റേഞ്ച് SP ആയിരുന്നു അന്വേഷണം നടത്തിയത്. വലിയ ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. പ്രധാന പ്രശ്നം, മന്ത്രിയായിരുന്ന ബാബു പദവി ദുരുപയോഗം ചെയ്ത് തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ബാറുകളും ബിയർ പാർലറുകളും അനുവദിക്കുന്നുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനുവേണ്ടി മന്ത്രി ബാബു വഴിവിട്ട് ഇടപെട്ടു. ഇതാണ് ബാബുവിന്റെ വ്യക്തിപരമായി ഉള്ള കുറെ കണ്ടെത്തലുകൾ. മാത്രമല്ല, കോടികളുടെ അഴിമതി കഴിഞ്ഞ ഭരണകാലത്ത് ഈ ഇത്തരത്തിൽ ബാറുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നു. ഏതാണ്ട് 100 കോടിയുടെയെങ്കിലും അഴിമതി നടന്നു എന്ന ആരോപണമായിരുന്നു പരാതിക്കാർ ഉന്നയിച്ചിരുന്നത്. അത് ശരിവെക്കുന്നതാണ് റിപ്പോർട്ട്. ചില ബാർ ഉടമകൾക്ക് വഴിവിട്ട സഹായം നൽകി. ചിലർക്ക് ബാർ അനുവദിച്ചപ്പോൾ മറ്റു ചിലരുടെ അപേക്ഷകൾ യാതൊരു കാരണവുമില്ലാതെ പിടിച്ചുവെക്കുന്ന സമീപനമുണ്ടായി. മാത്രമല്ല, ലൈസൻസ് ബാറുകൾക്കും ബിയർ പാർലറുകൾക്കും ലൈസൻസ് നൽകുന്നുള്ള അപേക്ഷകളൊന്നും താൻ അറിയാതെ തീർപ്പാക്കരുതെന്ന് എക്സൈസ് കമ്മീഷണർക്ക് ബാബു നിർദ്ദേശം നൽകിയിരുന്നു. തുടങ്ങിയ നിർണായകമായ ഒട്ടനവധി കണ്ടെത്തലുകൾ ഇതിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ബാറുകൾക്ക് മുന്നിലുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടിയതിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. അങ്ങനെ ബാറുകളും കഴിഞ്ഞ 5 വർഷക്കാലം UDF ഭരണകാലത്ത് എക്സൈസ് വകുപ്പിൽ നടന്ന ബാറുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടും അനുബന്ധമായി നടന്ന എല്ലാ അഴിമതികളും എണ്ണി പറയുന്നതാണ് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട്. മറ്റൊരു കാര്യം, ഈ ക്യൂയുടെ ഭാഗമായി ബാബുവിനെ വിജിലൻസ് വിഭാഗം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി വിശദീകരണം നൽകാൻ ബാബു തയ്യാറായില്ല. നൽകിയ വിശദീകരണങ്ങൾ വിജിലൻസ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാബുവിനെതിരെ FIR ഇടാൻ വിജിലൻസ് വിഭാഗം തീരുമാനിച്ചത്. സാലി, പ്രത്യേകിച്ച് നേരത്തെ ബാബുവിനെതിരായ വന്ന ആരോപണങ്ങൾ, ആ കേസ്, അതുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ മുഖ്യ പരാതിക്കാരനായിരുന്ന VM രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത് അതിലും കൂടുതൽ ശക്തമാണ്. പ്രത്യേകിച്ച് മന്ത്രിസഭാ തീരുമാനങ്ങൾ പോലും ചട്ടവിരുദ്ധമായി എടുത്തിട്ടുണ്ട്. ഡയറക്റ്റായി പല തീരുമാനങ്ങളും ഉദ്യോഗസ്ഥർക്കിടയിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ പോലും മിനിസ്റ്റർ നേരിട്ട് ഇടപെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇനി ഒരു പരിശോധനയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടോ? സൗമ്യ, തീർച്ചയായും. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബാബുവിനെതിരെ സമാനമായ ഈ കേസിൽ തന്നെ ത്വരിത പരിശോധന നടത്തിയിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബാബുവിനെതിരെ അന്ന് നിശാന്തിനി നടത്തിയ അന്വേഷണത്തിൽ ബാബുവിനെ കുറ്റവിമുക്തനാക്കുന്ന തരത്തിലുള്ള ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടാണ് നൽകിയത്. പിന്നീടാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയും VM രാധാകൃഷ്ണൻ മൊഴി നൽകുകയും പരാതി നൽകുകയും ചെയ്തത് വിജിലൻസിന്. ഈ സാഹചര്യത്തിൽ രണ്ടാമതും ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു സംഘത്തെ വിജിലൻസ് ഡയറക്ടർ നിശ്ചയിക്കുകയായിരുന്നു. അവർ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയപ്പോൾ പല ബാർ ഉടമകളും കൃത്യമായി റിപ്പോർട്ട് നൽകാൻ അല്ലെങ്കിൽ മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല ഈ വിജിലൻസ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ. ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പല ബാർ ഉടമകളും അന്ന് നടന്ന അഴിമതിയുടെയും ക്രമക്കേടിന്റെയും ഒക്കെ വിവരങ്ങൾ, അവർക്കറിയാവുന്ന കാര്യങ്ങൾ വിജിലൻസിന് മുമ്പാകെ പറയാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ക്വിക്ക് വെരിഫിക്കേഷൻ അടിസ്ഥാനമാക്കി നടക്കാൻ പോകുന്ന അന്വേഷണം, ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നു, നടത്താൻ പോകുന്ന അന്വേഷണം ബാബുവിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 76 പേജ് വരുന്ന ഈ റിപ്പോർട്ടിൽ ഓരോ മേഖലയിലും ബാറുകളും ബിയർ പാർലറുകളും അനുവദിച്ചതിലും ഒപ്പം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ, ബാറുകൾക്ക് സമീപത്ത് പ്രവർത്തിച്ചിരുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്ന കാര്യത്തിലുമൊക്കെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നു, അഴിമതി നടന്നു. ആ അഴിമതി എണ്ണി പറയുന്നതാണ് ഈ പ്രാഥമികമായി നടന്ന അന്വേഷണത്തിൽ പോലും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. അങ്ങനെയാണെങ്കിൽ വിശദമായ ഒരു പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും വിജിലൻസ് കടക്കുകയാണ്. അതിന്റെ അർത്ഥം
കഴിഞ്ഞ 5 വർഷക്കാലം കെ ബാബു എക്സൈസ് മന്ത്രിയായിരിക്കെ നടത്തിയ ഈ എക്സൈസ് വകുപ്പിൽ നടത്തിയ അഴിമതികളുടെ യഥാർത്ഥ ചിത്രം വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ്. സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് പോയ വ്യോമസേനാ വിമാനം കാണാതായി. രാവിലെ 8:30 താമ്പരം വ്യോമസേനാ താവളത്തിൽ നിന്നും പുറപ്പെട്ട വിമാനത്തിൽ 29 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 8:30 പുറപ്പെട്ട വിമാനം റഡാറിൽ അവസാനമായി പതിഞ്ഞത് 8:46-നാണ്. നാവികസേനയുടെ 2 കപ്പലുകളും എയർഫോഴ്സിന്റെ വിമാനങ്ങളും തെരച്ചിൽ നടത്തുകയാണ്. വ്യോമസേന ഇക്കാര്യം സ്ഥിരീകരിച്ചു. എം സന്തോഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ സന്തോഷ്? സന്തോഷ് കേൾക്കാമെന്ന് കരുതുന്നു. സന്തോഷിലേക്ക് എത്താം. ഏതായാലും ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. വലിയ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ഏവരും ഉള്ളത്. എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന വ്യക്തമായ ചിത്രം ഇനിയും ലഭ്യമായിട്ടില്ല. ചെന്നൈയിൽ നിന്നും രാവിലെ പോർട്ട് ബ്ലെയറിലേക്ക് പോയ വ്യോമസേന വിമാനമാണ് കാണാതായത്. 8:30 താമ്പരത്ത് നിന്ന് വ്യോമസേന താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നു. 6 ക്രൂ ഉൾപ്പെടെ 29 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 8:30 പുറപ്പെട്ട വിമാനം ഏതാണ്ട് 15 മിനിറ്റ് മാത്രമാണ് റഡാറിൽ സിഗ്നൽ ഉണ്ടായിരുന്നത്. അവസാനമായി റഡാറിൽ പതിഞ്ഞത് 8:46-നാണ്. ഇപ്പോൾ നാവികസേനയുടെ 2 കപ്പലുകളും എയർഫോഴ്സിന്റെ വിമാനങ്ങളും ഒക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. എം സന്തോഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? ഹലോ സൗമ്യ, രാവിലെ 8:30 ചെന്നൈയിലെ താമ്പരം എയർവേസിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് പുറപ്പെട്ട വിമാനം 8:45 ശേഷമാണ് എല്ലാ തരത്തിലുള്ള ബന്ധവും വിമാനത്തിൽ നിന്നും നഷ്ടമായത്. ഈ സമയം മുതൽക്ക് തന്നെ അന്വേഷണം ആദ്യഘട്ടം ആരംഭിക്കുകയും ചെയ്തിരുന്നു. 11:30 പോർട്ട് ബ്ലെയറിൽ വിമാനം ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ഈ സമയത്തും വിമാനം എത്താത്തതിനെ തുടർന്നാണ് ആശങ്ക ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ വ്യോമസേനയും കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും ചേർന്നുള്ള സംയുക്തമായ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഡോർണിയർ വിമാനങ്ങൾ ഉൾപ്പെടെ കപ്പലുകൾ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിമാനത്തിനായിട്ടുള്ള തിരച്ചിൽ തുടരുന്നത്. ഏതായാലും ഈ 4 മണിക്കൂറാണ് ഈ വിമാനത്തിന്റെ പറക്കാനുള്ള, അതായത് ഇന്ധനം നിറക്കാതെ പറക്കാനുള്ള ശേഷിയുള്ളത്. പറക്കൽ ശേഷി 4 മണിക്കൂറാണ്. ഈ 4 മണിക്കൂർ പിന്നിട്ടതാണ് വലിയ ആശങ്കയ്ക്ക് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകളാണോ ഉണ്ടായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനയും നടന്നു വരികയാണ്. എന്തായാലും വ്യോമയാന മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും കൃത്യമായി തന്നെ ആശയവിനിമയം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യോമസേനയും നാവികസേനയും കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളും ചേർന്ന് തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 29 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഈ AN 32 വിമാനങ്ങൾ സ്വാഭാവികമായും കൊറിയർ അതോടൊപ്പം തന്നെ കാർഗോ ഒക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ നാവികസേനയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു വിശദീകരണം പുറത്തു വന്നത് നാവികസേന എല്ലാ തരത്തിലുള്ള സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. നാവികസേന പ്രത്യേകിച്ചും പോർട്ട് ബ്ലെയറിലും അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്നും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നു. അതോടൊപ്പം തന്നെ വ്യോമസേനയാകട്ടെ ഈ ചെന്നൈയിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്കുള്ള വ്യോമപാതയിലൂടെ വിമാന മാർഗത്തിലും അന്വേഷണം നടത്തി വരികയാണ്. മറ്റൊരു തരത്തിലുള്ള വിശദീകരണങ്ങളും ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടില്ല. വിമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുള്ള സന്ദേശം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. സൗമ്യ. സന്തോഷം, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അധികൃതരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വല്ലതും ലഭ്യമാണോ? ഏതായാലും വിമാനം കാണാതായിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന തരത്തിൽ ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 8:30 ചെന്നൈയിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് വ്യോമസേന വിമാനം പോയത്. 8:30 ഇറങ്ങേണ്ടിയിരുന്ന വിമാനം കാണാതായതുള്ള റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സേനാ വിഭാഗങ്ങൾ ഈ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നാവികസേനയും പരിശോധനയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നുണ്ട്. നാവികസേന
നാവികസേനയുടെ ഡോർണിയർ വിമാനങ്ങളും അതോടൊപ്പം തന്നെ കപ്പലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത് എന്നുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടുള്ള സന്ദേശം വിമാനം കാണാതായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. മറ്റ് ഒരു തരത്തിലുള്ള നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ സാധ്യതകളിലേക്കോ ഒന്നും തന്നെ പ്രതിരോധ മന്ത്രാലയമോ വ്യോമയാന മന്ത്രാലയമോ അല്ലെങ്കിൽ വ്യോമസേനയോ കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ വിവരങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണ്. എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് ഈ വിവരങ്ങൾ പുറത്ത് വിടും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും തിരച്ചിൽ തുടരുന്നു എന്നുള്ള ബംഗാൾ ഉൾക്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടക്കുന്നു എന്നുള്ള വിവരം മാത്രമാണ് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത്. സൗമ്യ, ഒരുപക്ഷെ ഇപ്പോൾ തിരച്ചിലിന്റെ ഒക്കെ ഒരു സാധ്യതയൊക്കെ എത്രത്തോളമാണ് ഉള്ളത്? കൂടുതൽ ഇടങ്ങളിലേക്കൊക്കെ വിന്യസിക്കേണ്ടതുണ്ടോ? ഏത് സ്പോട്ടിലാണ് കറക്റ്റായി ഒരുപക്ഷെ വിമാനം മിസ്സിംഗ് ആവാനുള്ള ഒരു സാധ്യത? ആ തരത്തിലൊക്കെ ഉള്ള നിഗമനമാണ് ഉള്ളത്. സന്തോഷ്. സൗമ്യ, 21,000 അടി ഉയരത്തിൽ വെച്ചാണ് വിമാനവുമായുള്ള ബന്ധം നഷ്ടമായത് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്, തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിമാനങ്ങളെയും അതോടൊപ്പം തന്നെ കൂടുതൽ കപ്പലുകളെയും രംഗത്തിറക്കിക്കൊണ്ട് തിരച്ചിൽ ശക്തമാക്കാനുള്ള ശ്രമമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ 2 ഡോർണിയർ വിമാനങ്ങളാണ് തിരച്ചിൽ പുറപ്പെട്ടത്. പിന്നീട് അത് ഒരു വിമാനം കൂടി തിരച്ചിലിനായി അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 കപ്പലുകളാണ് ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനായി പുറപ്പെട്ടിട്ടുള്ളത്. ആവശ്യമെങ്കിൽ കൂടുതൽ കപ്പലുകൾ വിന്യസിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ശക്തമാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ പറയുന്ന വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിന് ശേഷം തന്നെ തിരച്ചിൽ ആരംഭിച്ചതാണ്. അത്തരത്തിലുള്ള സാങ്കേതിക നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഏതായാലും ഇതുവരെയും ഈ വിമാനത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് പുറം ലോകത്തെ അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇപ്പോൾ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 29 പേരാണ് വിമാനത്തിൽ ഉള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന ഒരു പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് പോലും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. എന്തെങ്കിലും തകരാറുകളാണോ അതോ മറ്റെന്തെങ്കിലും അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും സ്ഥിരീകരിക്കാനാവാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹൈക്കോടതി വളപ്പിൽ അഭിഭാഷകർ നടത്തിയ അക്രമം സ്ത്രീപീഡന കേസിൽ നിന്ന് സഹപ്രവർത്തകനെ രക്ഷിക്കാനെന്ന് തെളിയിക്കുന്ന കത്ത് പുറത്ത്. ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ അഡ്വക്കേറ്റ് ജനറലിന് നൽകിയ കത്താണ് പുറത്തായത്. അതിനിടെ അക്രമ സംഭവങ്ങളിൽ മാധ്യമപ്രവർത്തകരെ അനുകൂലിച്ച അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെ മുതിർന്ന അഭിഭാഷകർക്കെതിരെ ബാർ അസോസിയേഷൻ അച്ചടക്ക നടപടിയെടുത്തു. ഡെക്കാൻ ക്രോണിക്കിൾ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായുള്ള തങ്ങളുടെ പ്രതിഷേധത്തിനും അക്രമത്തിനും കാരണമെന്നാണ് അഭിഭാഷക സംഘടനയുടെ പ്രചരണം. എന്നാൽ ഈ വാദം പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ അഡ്വക്കേറ്റ് ജനറലിന് അയച്ച കത്ത്. യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ചതിന് UDF നിയമിത ഗവൺമെന്റ് പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച് സംഘടന അഡ്വക്കേറ്റ് ജനറലിനെ സമീപിച്ചത്. മാധ്യമങ്ങളും പോലീസും ചേർന്ന് അഭിഭാഷകനെ കേസിൽ കുടുക്കിയെന്നും ഇതിൽ ഇടപെടണമെന്നും AGക്ക് നൽകിയ കത്തിൽ അഭിഭാഷക സംഘടന ആവശ്യപ്പെടുന്നു. കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ജഗൻ എബ്രഹാം M. ജോർജാണ് ഈ മാസം 15-ന് അയച്ച കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. സ്ത്രീപീഡന കേസിലെ പ്രതിയെ രക്ഷിക്കാനല്ല, മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകുന്നതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നായിരുന്നു അഭിഭാഷക സംഘടനയുടെ ഇതുവരെയുള്ള പ്രചരണം. കത്തു പുറത്തുവന്നതോടെ ഈ വാദം പൊള്ളയാണെന്ന് വ്യക്തമാവുകയാണ്. ഇതിനിടെ അക്രമത്തിന് കൂട്ടുനിൽക്കാത്ത അഭിഭാഷകർക്കെതിരെ പ്രതികാര നടപടിയുമായി അഭിഭാഷക സംഘടന രംഗത്തെത്തി. 6 പ്രമുഖ അഭിഭാഷകർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനാണ് നീക്കം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, CP ഉദയഭാനു, ശിവൻ മഠത്തിൽ, S. ജയശങ്കർ, CV നന്ദഗോപാൽ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ തീരുമാനിച്ചു. അഭിഭാഷകരുടെ അതിക്രമങ്ങളെ ന്യായീകരിച്ചില്ല എന്നതാണ് ഇവർക്കെതിരായ കുറ്റം. ഇതിനിടെ സംസ്ഥാന വ്യാപകമായി ഒരു വിഭാഗം അഭിഭാഷകർ പ്രകോപനം തുടരുകയാണ്. കൊച്ചി പ്രസ് ക്ലബ്ബിലേക്ക് അശ്ലീല മുദ്രാവാക്യങ്ങളുമായി അഭിഭാഷകർ മാർച്ച് നടത്തി. തൃശൂർ അയ്യന്തോൾ കോടതി വളപ്പിൽ ചിലർ പത്രങ്ങൾ കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കോടതി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസുമാരായ PR രാമചന്ദ്ര മേനോൻ, CN രവീന്ദ്രൻ എന്നിവർ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തു. കോടതിയുടെ പ്രവർത്തനം നാളെ മുതൽ സാധാരണഗതിയിലാകുമെന്ന് ജഡ്ജിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതി റിപ്പോർട്ടിംഗിന് തടസ്സമുണ്ടാകില്ലെന്നും ജഡ്ജിമാർ ഉറപ്പു നൽകി.
എല്ലാം രമ്യമായിട്ട് തീർന്നു. ബാക്കി വിശദ വിവരങ്ങൾ ഭാരവാഹികൾ പറയും. രമ്യമായിട്ട് തീർന്നു. നാളെ തൊട്ട് കോടതി പ്രവർത്തിക്കും. ബാക്കി എല്ലാ വിവരങ്ങളും പറയും. എല്ലാം ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അഭിഭാഷകരുടെ സമരത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി. അഭിഭാഷകരുടെ കോടതി ബഹിഷ്കരണം സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് ജസ്റ്റിസ് JB കോശി മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതി ബഹിഷ്കരിക്കുന്നത് പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ട്രേഡ് യൂണിയൻ പോലെ അല്ല അഡ്വക്കേറ്റ്സ് അഭിഭാഷകർ പ്രവർത്തിക്കുന്നത്. അത് പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റ് ആണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒത്തിരി പാവപ്പെട്ട ആൾക്കാരുടെ കേസുകൾ വെക്കും. അത് നീണ്ടു പോവുകയോ അല്ലെങ്കിൽ ബെയിൽ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനമാണ്. നമ്മൾ ഡൽഹിയിലെ തിസ്ഹാരി കോർട്ടിലും മദ്രാസിലുമൊക്കെ വക്കീലന്മാർ ബഹളം ഉണ്ടാക്കിയപ്പം നമ്മൾ വളരെയേറെ വിഷമിച്ചാണ് ഇങ്ങനെയാണ് അഡ്വക്കേറ്റ്സ് അഭിഭാഷകർ പ്രവർത്തിക്കുന്നതെന്ന്. അപ്പം നമ്മളത് അനുകരിക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും സംയമനം പാലിക്കണം. മാധ്യമപ്രവർത്തകർക്ക് നേരെ ഹൈക്കോടതിയിലുണ്ടായ അക്രമ സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇടപെടുന്നു. സംഭവങ്ങൾ സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും. ഹൈക്കോടതി മീഡിയ റൂം തുറന്നുകൊടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, വിവരങ്ങൾ. സൗമ്യ, കേരള ഹൈക്കോടതിയിലും തുടർന്ന് തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിലും ഉണ്ടായ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായ അഭിഭാഷകരുടെ ആക്രമണത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടിയന്തര ഇടപെടൽ നടത്തുകയാണ്. നിലവിൽ ഈ ആക്രമണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും സംഭവ വികാസങ്ങളുടെയും പഠിക്കുന്നതിനുള്ള ചുമതല സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ ഏൽപ്പിക്കുമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് CS ഠാക്കൂർ വ്യക്തമാക്കി. നിലവിൽ പ്രശ്ന പരിഹാരത്തിനായി ഉടൻ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയുണ്ടായി. നിലവിൽ ഹൈക്കോടതി അടക്കം അടച്ചിട്ട മീഡിയ റൂം തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള നിർദ്ദേശം കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണന് നിർദ്ദേശം നൽകി കഴിഞ്ഞതായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയുണ്ടായി. നിലവിൽ കേടുപാടുകൾ സംഭവിച്ച മീഡിയ റൂമുകളുടെ കേടുപാടുകളും മറ്റും പരിഹരിച്ച് മീഡിയ റൂം തുറന്ന് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാനാണ് നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത വിഭാഗങ്ങളാണ് മാധ്യമങ്ങളും അഭിഭാഷകരും. ഇരുവരും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നൊരു നിർദ്ദേശവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയുണ്ടായി. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.